ഓക്കെ, നമ്മുടെ സഫ ലല്ലു ഇപ്പൊ വീണ്ടും ഒന്നായും തോന്നുന്നു ഗൈസ്. എന്തായാലും ഓർക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, സന്തോഷവും സമാധാനവും ഇവർക്ക്. നമുക്കതൊന്നുമില്ല. കാരണം വെച്ചാൽ ഒരു നാണവും മാനവും ഉളുപ്പില്ലാതെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാനൊക്കെ എങ്ങനെ തോന്നുന്നെന്നാ ഞാനത് ആലോചിക്കുന്നത്, ഇങ്ങനെ തോന്നുന്നെന്ന്. ഓക്കെ ഗൈസ്, ഓണമായിട്ട് ഒന്നാമത് ഇനി ഉറക്കപ്പിച്ച് നിൽക്കുക. ഇപ്പം നേരത്തെ കിടന്ന് ഉറങ്ങുന്ന ശീലമൊക്കെ ഉണ്ടോട്ടെ. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല, ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചങ്ങ് പോവാം. ഓക്കെ, നിങ്ങൾ വിചാരിക്കേണ്ട ആരും രണ്ടെണ്ണം അടിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ കുടിക്കത്തും വലിക്കത്തൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഇപ്പോൾ ഈ സമയം ഉറക്കം വരുന്ന സമയം. പിന്നെ ഇതിനെക്കുറിച്ച് രണ്ടെണ്ണം സംസാരിച്ചിട്ട് അങ്ങ് പോകാമെന്ന് കരുതി. ഒന്ന് ആലോചിച്ച് നോക്കേ വേണ്ടേ. ഇത് കാണ്, എൻ്റെ പൊന്ന് സഫ സമ്മതിച്ചിരിക്കുന്നു. അന്തസ്, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? കാല് തൊടുന്ന്, പൊട്ട് തൊടുന്ന്, എനിക്ക് വയ്യ. കെയറായിട്ടായും ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അന്തസ്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം എന്ന് മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. മെഹറിൻ എന്ന് പറഞ്ഞൊരുത്തനുണ്ടായിരുന്നല്ലോ, അവനെ നൈസായിട്ട് ഒട്ടിച്ചൊരു മൂലക്കാക്കി ഇവൻ വന്ന് എൻ്റെ ഇടയ്ക്കൂടെ കയറി പോയി. സ്നാപ്പിൽ കൂടെ വന്നിട്ട് അവൻ കാണിക്കാത്ത പരിപാടികളില്ല. അത് നൈസായിട്ട് അങ്ങ് തൂക്കിയെല്ലാം കഴിഞ്ഞ് ഇവള് നേരെ എന്തെടുത്ത് ഫസ്മയായിട്ട് പിന്നെ വിഷയമായി. കുറെ കഴിഞ്ഞപ്പോൾ ഫസ്മ എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒട്ടി. അവൾ പിന്നെ പൊട്ടി. സത്യം, ഈ കാണുന്ന ഇതേ ഉള്ളു, പൊട്ടിയാണ് ഫസ്മിന. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. അവളെ വിശ്വസിക്കുകയും ചെയ്തു. ഇതേ കിടക്കുന്നത് ഇപ്പോൾ വേണ്ട. പിന്നെയും ഇവർ നന്നായി അടയും ചക്കരം പോലെ റീച്ചില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും പോയേക്കുന്ന ആരാ പോയെന്നറിയത്തില്ല. ഒരു നാണവും മാനവും ഉളുപ്പും അന്തസ്സും ഇല്ലാത്ത ടീം, അങ്ങനെ പറയത്തുള്ളൂ. പോയപ്പോൾ ആർക്ക് പോയി? നിൽക്കേ, ഞാൻ വെച്ചുതരാം. ഓക്കെ, ഇത് കണ്ടിട്ട് എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കൺമണിയേ, ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാക്കി ചേച്ചി. ഈ കമൻറ്റ് ബോക്സ് ഒക്കെ കണ്ടാൽ പെട്ടതള്ള അറിയത്തില്ല. അതൊക്കെ അങ്ങ് ഓഫാക്കി വെച്ച് നൈസായിട്ട് അങ്ങ്. എന്നാൽ ഒരുപാട് ക്യൂട്ട്നെസ് ഒക്കെ വാരി വെതറൊക്കെ ചെയ്യുന്നുണ്ട്. നാട്ടുകാർ തന്നെ നിങ്ങൾക്കൊരു വിലയിടും. അത് വിട്. വേറെന്ന് വെച്ചാൽ പോസ്റ്റ് എൻ്റെ പൊന്നോ, ഫസ്മിന സഫ ലല്ലു വീഡിയോ എനിക്ക് ഷെയർ ചെയ്യേണ്ട ആരും എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇട്ട്. കാരണം അറിയാമല്ലോ, എല്ലാം കൂടെ അങ്ങോട്ട് ചെല്ലും, എന്നിട്ട് ഇരുന്ന് കുത്തി ചോദിക്കും. ഇപ്പോൾ വേണ്ട. അത് കഴിഞ്ഞിട്ട് ചേച്ചി അടുത്ത പോസ്റ്റ് ചെയ്യേണ്ട കിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവരെ കുറിച്ച് വല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട്. അടിപൊളി. പുള്ളിക്കാരി കഥ പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. എനിക്കിതൊന്നുമല്ല എൻ്റെ വിഷയം. എൻ്റെ അഭിപ്രായം എനിക്ക് സോഷ്യൽ മീഡിയയിലാണല്ലോ, ഞാൻ റിയാക്ഷൻ ചാനൽ വീഡിയോ ഇടുന്നൊരു വ്യക്തി. എനിക്ക് എന്തുവേണമെങ്കിലും പറയാം. നിങ്ങൾ ആലോചിച്ച്, ഒരു കുഞ്ഞ് വളർന്നു വരിക. ഇവൾ ആ കുഞ്ഞിനെ കെയർ പോലും ചെയ്യാറില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള. കുഞ്ഞിനെ നോക്കാറില്ല, തോന്നിയ പോലെ പ്രൊമോഷനും അതും ഇതൊക്കെ ഇട്ട് പോവുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു കുഞ്ഞിനെ വെച്ച് അത് നാളെ അതിനൊരു ജീവിതമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. ഫസിയും പോട്ടെ. സഫ ഇങ്ങനെ നടക്കുകയാണ്, ഒരു ബോധവും ഇല്ലാതെ. ഇവർക്കൊക്കെ എന്താ ലൈഫ് എന്ന് പോലും അറിയത്തില്ല. പിന്നെ ഇടയ്ക്ക് ഇവർ പുറത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മൾ പിന്നെ എല്ലാം സൈഡായിട്ട് അന്വേഷിക്കുകയും തിരക്കും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ ഫസ്മിന് വീഡിയോ ആയിട്ട് വരും. ഫസ്മിന് പിന്നെ വേറെ ഒരു ചാനലും കൂടെ വ്ളോഗിൻ്റെ തുടങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ കളർഫുള്ളായി എന്ന് വേണമെങ്കിൽ പറയാം. ഓണം ഇവർ തൂക്കിയിട്ടില്ല, അത് വേറെ കാര്യങ്ങളൊക്കെ. ഓണം തൂക്കിയതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ അച്ചായൻ്റെ വീഡിയോ ആയിരുന്നു, ചാരിറ്റി വീഡിയോ. അത് പൊളിയായിരുന്നു. എൻ്റെ കണ്ണിലതായിരുന്നു ഓണം. പിന്നെ രാവിലെ തന്നെ ഇതുപോലുള്ള കുറേ എണ്ണം വന്നങ്ങ് വെറുപ്പിക്കും. നമ്മൾ പിന്നെ ഇവരുടെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മളോട് വന്ന് ചോദിക്കും, ബ്രോ എന്താണ് പോരാത്തിന് നമുക്കൊരു ചീത്തപ്പേരും ഉണ്ട്. ഇന്ന പോലെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ നെഞ്ചത്ത് കയറി ചെല്ലുന്ന ഓരോന്നൊക്കെ തപ്പിപ്പിടിച്ചുകൊണ്ട് ഒരു നാണവും മാനവും ഇല്ലാതെ വന്ന് നിങ്ങളുടെ മുമ്പിലൊക്കെ പറയുന്നു പറഞ്ഞുള്ളൊരു പേദോഷമുണ്ട്. നമ്മുടെ വീഡിയോസ് ഇരുന്ന് കാണുകയും ചെയ്യും. പിന്നെ നമുക്ക് അത്യാവശ്യം ആൾക്കാരായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യങ്ങൾ. ഈ ഒരു വിഷയത്തിലാണെങ്കിൽ പോലും വേണ്ടപ്പെട്ട ആളിനോട് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് മങ്ങിക്കൂയി തൈരുന്നൊക്കെയാണ് പറഞ്ഞത്. നാശങ്ങളുടെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അവരായിട്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അത്രയും കൂടെ നല്ലത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ആ കൊച്ചിൻ്റെ ഭാവിയെക്കുറിച്ച് പോലും ചിന്തിക്കാതെ തോന്നി പോലെ നടക്കുന്ന ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ഇതെടുത്തുകൊണ്ട് പോയി നാലെണ്ണം പറയുമ്പോൾ ഇവർക്ക് പിന്നെ റീച്ചാണ്, അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടും. കുറച്ചും കൂടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരും. അതെടുത്ത് സ്റ്റോറി ഇട്ടിട്ട് അത് ഇത്ര വ്യൂ കിട്ടിയെന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് കാണിച്ച് അവിടുന്ന് പൈസ മേടിച്ച് അങ്ങനെ പൊക്കോണ്ടേയിരിക്കും. എന്തായാലും നല്ല അന്തസ്സുള്ള പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. ഓണമായിട്ട് അവർ കത്തിച്ചെന്നാണ് വിചാരിച്ചത്. എവിടെ കത്തിച്ചത്? സ്വന്തം കമൻറ്റ് ബോക്സ് പോലും ഓൺ ചെയ്ത് വെക്കാൻ പോലും ധൈര്യമില്ലാതെ പാവം സഫ. സത്യം പറയല്ലോ, മെഹറിൻ അവനാ എന്താ പറയണ്ടേ, അവന് കുറച്ച് മെച്യൂരിറ്റി വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അവനെ കാതർകരിപ്പൊടിയും നമ്മളും എല്ലാവരും കൂടെ എടുത്തിട്ട് അലക്കി വിട്ടതാണ്. അത് വേറെ കാര്യങ്ങളൊക്കെ. മെഹനാസിനെ
ഓക്കെ, എന്തുമായാലും നോക്കാം ഇനി ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള രീതിയിൽ. ഓക്കെ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. എനിക്ക് ഡീറ്റെയിൽ സിമ്പിളായിട്ട് കിട്ടും. എനിക്ക് കോൺടാക്റ്റുള്ള വ്യക്തിയെ വിളിച്ചാൽ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അവരായിട്ട് തന്നെ വീഡിയോ ഇടട്ടെ, ഞാനായിട്ട് എന്തിനു പറയണം, അതല്ലേ നല്ലത്. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്.